ഇനി ദേശീയ വാർത്തയിലേക്ക് പോകുമ്പോൾ മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ആം ആദ്മി പാർട്ടി പ്രധാനമന്ത്രിയുടെ വസതി വളയാനാണ് ആഹ്വാനം. എന്നാൽ മാർച്ച് അനുവദിക്കില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. മോദിക്ക് ഏറ്റവും ഭയം കെജ്രിവാൾ എന്ന കുറിപ്പോടെ സാമൂഹിക മാധ്യമങ്ങളിൽ ആം ആദ്മി പാർട്ടി DP ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ED കസ്റ്റഡിയിലുള്ള കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ER രാഗേഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. രാഗേഷ്, ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ആം ആദ്മി പാർട്ടി കടക്കുമ്പോൾ എത്രത്തോളം സുരക്ഷിതമായ ഒരു മേഖലയിലേക്കാണ് ഈ പ്രതിഷേധം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് രീതിയിലായിരിക്കും പോലീസ് ഇതിന് അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവല്ലേ? അശ്വതി, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആം ആദ്മി പാർട്ടി ഏതായാലും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് മാർച്ച് നിശ്ചയിച്ചിരിക്കുന്നത്. 10 മണിക്ക് പട്ടേൽ ചൌക്ക് മെട്രോ സ്റ്റേഷനിൽ എത്താനാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പട്ടേൽ ചൌക്ക് എന്ന് പറയുന്നത് ജന്തർ മന്ദറിനോടും കേരള ഹൗസിനോടും ചേർന്ന് കിടക്കുന്ന മെട്രോ സ്റ്റേഷനാണ്. അവിടെ നിന്ന് സ്വാഭാവികമായി ഒരു മാർച്ചുമായി ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതി നിൽക്കുന്ന ലോക് കല്യാൺ മാർഗിലാണ് അവിടേക്ക് നീങ്ങാനാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ തീരുമാനം. പക്ഷേ ഇതിന് അനുമതി നൽകില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന്, അതീവ സുരക്ഷിത മേഖലയാണ് ലോക് കല്യാൺ മാർഗ്. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അവിടെ പ്രതിഷേധങ്ങൾക്ക് അനുമതി നൽകാറില്ല. അപ്പോൾ അനുമതി നൽകില്ല എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. ഒപ്പം പോലീസ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ഇതുവരെ അനുമതി തേടിയിട്ടില്ല എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് ചുറ്റും ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡൽഹി പോലീസ്. മാത്രവുമല്ല, ഏത് വിധേനയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുമെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകും, പ്രതിഷേധത്തിന് ഒട്ടും കുറവുണ്ടാകില്ല എന്ന പ്രതികരണം തന്നെയാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ITO കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. പിന്നീട് ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭഗത് സിംഗിന്റെ രക്തസാക്ഷി ദിനത്തിൽ ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. 31-ാം തീയതി രാംലീല മൈതാനത്ത് ഇന്ത്യ മുന്നണി നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാറാലി നടത്തുന്നു. അപ്പോൾ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടി. ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ DP ക്യാമ്പയിനും ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന നേതാക്കളൊക്കെ തന്നെ എക്സിലെയും ഒപ്പം തന്നെ ഫേസ്ബുക്കിലെയും ഒക്കെ അവരുടെ DPകൾ കെജ്രിവാളിന്റെ ചിത്രം ആക്കിയിട്ടുണ്ട്. ആ ചിത്രത്തിൽ കുറിച്ചിരിക്കുന്ന കുറിപ്പ് ഇങ്ങനെയാണ്. അതായത് മോദിക്ക് ഏറ്റവും ഭയമുള്ള നേതാവാണ് കെജ്രിവാൾ എന്ന കുറിപ്പോട് കൂടിയാണ് ഈ ചിത്രങ്ങൾ ഏതായാലും നേതാക്കൾ പങ്കുവച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയമായ തലത്തിലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വരികയാണ് ആം ആദ്മി പാർട്ടി. അതിനിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത ED കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഒരു രണ്ടാമത്തെ നിർദ്ദേശം കൂടി ഇപ്പോൾ കെജ്രിവാൾ നൽകി എന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ് കെജ്രിവാൾ ഇറക്കിയിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. നേരത്തെ ഡൽഹിയിലെ ജലവകുപ്പുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് കെജ്രിവാൾ പുറത്തിറക്കിയിരുന്നു. അന്ന് അതിഷി മർലേനയ്ക്കാണ് ആ ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിന്റെ ചുമതല ഏതായാലും സൗരവ് ഭരദ്വാജിനാണ്. നേരത്തെ ഈ ഉത്തരവ് പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടൊരു ഉത്തരവിറക്കാൻ കഴിഞ്ഞു എന്ന അന്വേഷണം ഇപ്പോൾ ED ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ ഉത്തരവ് വരുമ്പോൾ അതിലൊരു EDയുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മന്ത്രിമാരെ അടക്കം ഇങ്ങനെ ഉത്തരവ് കിട്ടിയെന്ന് അറിയാനായി വിശദാംശങ്ങൾ തേടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ശരി, ER രാഗേഷാണ് വിശദവിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ